ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ വിൻഡോ ഷോപ്പിംഗിന് പോവാണ്. ലെറ്റ്സ് ഗോ. നമ്മൾ ഇനി കാറിൽ കയറിയിട്ട് ഇപ്പോൾ ഓട്ടോ ഈശോനെ. ലെറ്റ്സ് ഗോ. ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഹനിക്ക് കുറച്ച് വിൻ്റർ ഡ്രസ്സൊക്കെ വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇന്നും ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരിത്തിരി നടന്നു കഴിയുമ്പോൾ മെയിൻ റോഡിലെത്തും. അവിടുന്ന് ഓട്ടോ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓട്ടോ വന്നു, ഞങ്ങൾ ഓട്ടോയിൽ കയറുകയാണേ. ഇവിടെ അംബാല ക്യാൻറ്റിലുള്ള റായ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 5.5 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ 20 രൂപയാണ് ഓട്ടോ ചാർജ് പറഞ്ഞത്. ഒരാൾക്കുള്ള പൈസയാണ് 20 രൂപ. ഷെയർ ഓട്ടോ ആണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളത് റായ് മാർക്കറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വിശാൽ മെഗാമാർട്ട് ഉണ്ട്, അങ്ങോട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിശാൽ മെഗാമാർട്ടിൻ്റെ അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് വിശാൽ മെഗാമാർട്ടിലേക്ക് നടക്കുകയാണേ. ഒരു കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗാണ്. അത് കാര്യമായിട്ട് അത്രയൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വിൻ്റർ ഡ്രസ്സ് വീട്ടിലിടാൻ വേണമായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് റായ് മാർക്കറ്റിൽ, വിശാലിലല്ല മൊത്തത്തിൽ റായ് മാർക്കറ്റിൽ കുറച്ച് വില കുറഞ്ഞ് നല്ല സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ നോർമലി ഇവിടെയാണ് ഷോപ്പ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നെയ്ബർ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ വന്നതാണ്. ഞങ്ങൾ വിശാൽ മെഗാമാർട്ടിലെത്തി. അവിടെ നിന്ന് ഞാൻ ആക്ച്വലി എനിക്കൊന്നും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ വന്നവർക്ക് വിശാലിൽ നിന്ന് കുറച്ച് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യണമായിരുന്നു. ഞങ്ങളും അവരുടെ കൂടെ നിന്നു. ഇങ്ങനെ അവർ ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഡോള് കണ്ടപ്പോൾ അത് ഡോളിൻ്റെ കൂടുതലൊരു ബാഗാണ്, അത് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. ഹനിക്ക് പറ്റിയ വല്ലതും ഉണ്ടോ എന്ന് അവിടുത്തെ കിഡ് സെക്ഷനിൽ ഇങ്ങനെ തിരയാണ്. അപ്പോൾ ആ ജാക്കറ്റ് എനിക്കിഷ്ടമായി. പക്ഷേ നോക്കുമ്പോൾ അത് ഇത്തിരി സൈസ് ഹനിൻ്റെ അപേക്ഷിച്ച് കുറവാണ്. അത് കാരണം പിന്നെ ഞങ്ങളത് വാങ്ങിക്കാണ്ട് വിശാലിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ ഹനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് വേറെ ഒരു ഡ്രസ്സിൻ്റെ സ്ട്രീറ്റിൽ പോവാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിറയെ ഡ്രസ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള കടകളാണ്. ഇപ്പോൾ അത് വിൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും ഓൾമോസ്റ്റ് 90-95% വിൻ്റർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമ്മർ വെയർ ആയിട്ടുള്ളതും ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഹനിക്ക് വേണ്ടിയിട്ട് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വിൻ്റർ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 ഡ്രസ്സ്, ഒരു യെല്ലോയും ഒരു പിങ്കും ഹനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ 2 സെറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് വെളിയിലിറങ്ങി. അപ്പോൾ ആ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇഷ്ടംപോലെ കടകളുണ്ട്. എല്ലാം ഇങ്ങനെ വിൻ്റർ ഡ്രസ്സ് ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക്. അപ്പോൾ അതിന് വേണ്ടി വേറെ 1-2 കടകളിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വഴിയിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ദീദിക്ക് കിസ്മിസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫിഗ് കണ്ടപ്പോൾ എനിക്ക് ഫിഗ് വേണം. ഞങ്ങൾ ഫിഗ് വാങ്ങിച്ചു. 1/4 കിലോ 250 രൂപയാണ്. അപ്പോൾ റേറ്റ് ഓക്കെ ആണോന്നൊന്നും അറിയില്ല, എന്തായാലും വാങ്ങിച്ചു. അതിൻ്റെ നിർബന്ധത്തിൽ വാങ്ങിയിട്ട് അത് ശർക്കരയും കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും ആണ് ആ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഷൂസ് വാങ്ങണമായിരുന്നു. അപ്പോൾ അടുത്ത് ഞങ്ങൾ ഷൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷൂസ് കടയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം എടുത്തു സെലക്ട് ചെയ്യാൻ. ആക്ച്വലി ഞങ്ങൾ 3 പേർക്കും വാങ്ങിക്കണമായിരുന്നു, എനിക്കും കൂടെ വന്ന 2 പേർക്കും. പിന്നെ അത് ഷൂസും വാങ്ങിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 3 മണിക്ക് ഇറങ്ങി 5 മണിയായി. അപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹനിക്ക് വിശന്നു. അങ്ങനെ ഞങ്ങൾ ഹനിയും കൊണ്ട് ഒരു ബേക്കറി പോയി. ഇവിടെ ബേക്കറിയിലൊക്കെ ആണെങ്കിൽ സ്നാക്സൊക്കെ കിട്ടും. അതൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള പ്രൊവിഷനും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബേക്കറിയിലും. അങ്ങനെ ഞങ്ങൾ ഹനി പനീർ സമോസ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പനീർ സമോസയൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ഇപ്പോൾ ഇതാ ബേക്കറിയിലത്തെ സ്വീറ്റ്സും നംകീൻസും ഒക്കെയാണ്, ചിപ്സും ഒക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ സ്വീറ്റ്സൊക്കെ കുറേ വെറൈറ്റി അവൈലബിൾ ആണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ച് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വരികയാണ്. എനിക്ക് പുതിയ കുപ്പായൊക്കെ വാങ്ങി അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിരിക്കുന്നു. അപ്പം ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ ഉമ്മ.